നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ സുഭാഷിന്റെ ഈ മനംമാറ്റത്തിന് കാരണം എന്താന്ന് എത്ര ആലോചിച്ചിട്ടും സുധീഷിന് ഹരീഷിനൊന്നും മനസ്സിലായില്ല. നിധി മുറിയിലേക്ക് കിടക്കാനായിട്ട് വന്നാലും നിധിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്തായിരിക്കും കാരണം? സുഭാഷിയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഒടുവില് നീതി പോയി സുധീഷിനെ വിളിക്കണം. സുധീഷ് ഒരു മീറ്റിംഗ് കൊണ്ടുവന്ന് വരാമെന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാ സുധീഷ് അല്ലെന്ന്. ആഹാ, ആദ്യമായിട്ടാ തന്റെ മുറിയിലേക്ക് വിളിക്കണേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നീതി പറഞ്ഞു, അതെ ആ കഥകൊന്ന് ചാരാവെന്ന് ചോദിച്ചു. കഥക് ചാരണോ? ആഹാ, രക്ഷപ്പെട്ടു. അങ്ങനെ കഥക് പോയി ചാരി. അല്ലെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്താരെങ്കിലും കേൾക്കുക? ഇല്ലാന്നേ. എന്നാ കഥ അങ്ങോട്ട് കുറ്റിയിട്ടേക്കാൻ പറഞ്ഞു. ഇനി കേട്ടാലോ? ഓഹോ, അപ്പൊ ഇത്രത്തോളം വരെ എത്തി കാര്യങ്ങളൊക്കെ. തന്നോട് പേഴ്സണലായിട്ട് അവൾക്ക് എന്തോ കാര്യം സംസാരിക്കാനുണ്ട്. ഇത്രയും കാലം താൻ ആഗ്രഹിച്ചിരുന്ന അത് തന്നെയാണ്. സുധീഷ് നിലത്തെങ്ങുമല്ല. സുധീഷിന് സന്തോഷം അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കഥയൊക്കെ അടച്ചിട്ട് വലിയ ആള് കളിച്ചിങ്ങനെ സുധീഷ് വന്ന് നിധിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ആരും കേൾക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. അതെ, എനിക്ക് പറയാനുള്ള സുഭാഷേട്ടനെ കുറിച്ചാ. സുഭാഷേട്ടനെ കുറിച്ചോ? അത്ര സമയം ഉണ്ടായിരുന്ന ആങ്സൈറ്റി ഒക്കെ പെട്ടെന്ന് തന്നെ പോയി. ബലൂണ്ട കാറ്റ് കുത്തിവിട്ട പോലെ ആയിപ്പോയി. തന്നെക്കുറിച്ചും നിധിയെക്കുറിച്ചും എന്തെങ്കിലും പറയാനായിരിക്കും, അല്ലെങ്കിൽ തന്നെ നിധിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വിളിച്ചായിരിക്കും എന്നോർത്താ സുധീഷ് ചെന്നത്. പക്ഷെ സുഭാഷിന്റെ കാര്യത്തെക്കുറിച്ചാ നിധി പറയാൻ വന്നേ. എനിക്ക് നല്ല സംശയമുണ്ട് സുധീഷേ. സുഭാഷേട്ടൻ്റെ മനസ്സിൽ വേറെ എന്തോന്നുണ്ട്. എനിക്ക് നല്ല ഭയമുണ്ട്. മുമ്പത്തെ പോലെ സുഭാഷേട്ടൻ കത്തെഴുതി വെച്ചിട്ട് പോകുമെന്ന്. ഒരു നോട്ടം വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഓഹ്, ഇതിനായിരുന്നു പണ്ടാരം. താൻ കുറെ പ്രതീക്ഷിച്ചു. എന്താ സുധീഷ്? ഒന്നുമില്ല. എങ്കിൽ ശരി, സുധീഷ് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് പുറത്തേക്ക് ഇറങ്ങി. പോകാലോ അല്ലേ? പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് പോയി കഴിഞ്ഞപ്പോൾ നിധി കയറി കിടന്നു. സുധീഷ് പുറത്തേക്ക് വന്നു. എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ട് പോയതാ, എല്ലാം ഒറ്റയടിക്ക് തകടം മറിഞ്ഞു. അങ്ങനെ സുധീഷ് വന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷും നികേഷും ഒക്കെ കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ. സുഭാഷും കിടന്നുറങ്ങി. നികേഷിനെ ഹരീഷിനെ വിളിക്കുകയാണ്. എന്താ കാര്യം ചോദിച്ചാൽ അവരെഴുന്നേറ്റു. അവരെ അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. ഇങ്ങോട്ട് വാ, കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. എന്താന്ന് പറഞ്ഞാലോ അറിയുള്ളൂ. അതെ, ഇന്ന് സുഭാഷാണ് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. അതെ, സന്തോഷമായിരുന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു കാരണം കാണും. കാരണമോ? അതേന്നേ, ചിലപ്പോൾ ഇന്നാളത്തെ പോലെ സുഭാഷേട്ടൻ വല്ല കത്തെഴുതി വെച്ചിട്ട് നമ്മളെല്ലാം ഉറങ്ങി കഴിയും പോയാലോ. ഇപ്പോൾ സുഭാഷേട്ടൻ ഉറങ്ങുമല്ലേ? ഉറങ്ങുക. ചിലപ്പോൾ ഉറക്കം നടിച്ച് കിടക്കുന്നതാണെന്ന് അറിയില്ല. നമ്മളെല്ലാം ഉറക്കി കഴിഞ്ഞിട്ട് സുഭാഷേട്ടൻ്റെ സ്ഥലം വിടാനായിട്ട് ചിലപ്പോൾ പേടിക്കണം. നികേഷ് പറഞ്ഞു. പക്ഷെ ഇന്ന് സുഭാഷേട്ടൻ സന്തോഷത്തിലായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ സുഭാഷേട്ടൻ സങ്കടത്തിലായിരുന്നല്ലോ. പക്ഷെ എന്നാലും അതൊന്നും പറയാൻ പറ്റില്ലടാ നികേഷേ. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടേണായിട്ട് രാത്രി കാവലിരിക്കുക. സുഭാഷേട്ടന് കാവലിരിക്കാനാ? അതെ, രാത്രി 2-2.5 മണിക്കൂർ വെച്ച് ഒരാൾ ഉറങ്ങാതിരിക്കണം. അയാളുടെ ടേൺ കഴിയുമ്പോൾ അടുത്തയാൾ. അങ്ങനെ നേരം വെളുക്കാറാകുമ്പോഴത്തേനും സുഭാഷേട്ടൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും നേരത്തെ എഴുന്നേൽക്കുമല്ലോ. ചിലപ്പോൾ 6 മണി, ചിലപ്പോൾ 7 മണിയാകുമ്പോഴത്തേനും എഴുന്നേൽക്കുമല്ലോ. അപ്പം പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ല, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് ഹരീഷ് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, എടാ നീ തന്നെ ആദ്യം കാവലിരുന്നോളം പറഞ്ഞു. ഞാനാ? അതെ, 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ ആരെങ്കിലും ഒരാളെ വിളിക്കണം. ഞങ്ങൾ എഴുന്നേറ്റോളാം. ഉറപ്പാണല്ലോ അല്ലേ? അതേന്ന് പറഞ്ഞു. അങ്ങനെ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞു. ഹരീഷിനാണ് ഉറക്കം വന്നിട്ട് രക്ഷയില്ല. എല്ലാവരും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഉറങ്ങണ സമയത്ത് കണ്ണിക്കൂടി ആണെങ്കിൽ ഉറക്കം വന്നിട്ട് ഇരിക്കാനും മേല നിൽക്കാനും മേല. ഫോണിനകത്ത് നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല അങ്ങോട്ട്. ഒടുവിൽ 2.5 മണിക്കൂർ ഒരു വിധത്തിൽ തള്ളി നീക്കി. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നികേഷിനെ സുധീഷിനെ പോയി വിളിക്കുകയാണ്. എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും എഴുന്നേക്കണമല്ലോ. പക്ഷെ നികേഷ് തിരിഞ്ഞു കിടന്നു. സുധീഷിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, ഒന്ന് പോ ഹരീഷേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങണമെന്ന് പറഞ്ഞു. കുറേ തവണ അങ്ങോട്ടോട്ട് മാറി മാറി വിളിച്ചു. ആരും എഴുന്നേക്കുന്നില്ല. ഓഹോ, അപ്പം എനിക്കിട്ട് പണി തന്നല്ലേ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ അങ്ങനെ പോയി കിടന്ന് ഉറങ്ങാനും ഒരു ഭയം. എങ്ങാനും ഇനി സുഭാഷേട്ടനെ എഴുന്നേറ്റ് കത്തെഴുതി വെച്ചിട്ട് പോയാലോ? എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഒടുവിലോർത്തു, ഒരു വഴിയുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ആ കഥവിൻ്റെ അടുത്തേക്ക് പോയി കിടക്കുകയാണ്. കഥക് തുറന്നിട്ടുണ്ടെങ്കിൽ താൻ അറിയണം എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? കഥയൊക്കെ നല്ലതായിട്ട് കുറ്റിയിട്ടിട്ട് കാല ആ കഥേൻ്റെ സൈഡിലേക്ക് വെച്ചു. എങ്ങാനും കഥക് തുറക്കാൻ പാടില്ല. കാരണം അങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടൻ പോകുന്ന താൻ അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ കഥകിൻ്റെ അവിടെ ഇങ്ങനെ നെടുനീളം പോയി കിടക്കുകയാണ്.
അങ്ങനെയാണ് ഹരീഷ് കിടന്ന് ഉറങ്ങണേ. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞ് സുഭാഷ് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴത്തേനും ആ കട്ടിലേക്ക് കഥകയിലേക്ക് കാലം വെച്ച് കിടക്കുന്ന ഹരീഷിനെ കാണുന്നത്. ഇവരിതെന്ത് പറ്റി? ഇവനെന്താ ഇവിടെ വന്ന് കിടക്കുന്ന ഈ കഥകിൻ്റെ ചോട്ടിലോ? ഒന്നും കൂടെ മനസ്സിലായില്ല. എടാ ഹരീഷ് എന്നും പറഞ്ഞിട്ട് ഹരീഷിനെ വിളിക്കുകയാണ്. സുഭാഷേട്ടൻ പോയില്ലായിരുന്നോ? എവിടെ? ഇവിടെയുണ്ടോ? ഭാഗ്യം, സമാധാനമായി. ഈ സമയം എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കുകയാണ് നികേഷ്. അയ്യോ, സുഭാഷേട്ടനെ കണ്ടില്ല. സുഭാഷേട്ടൻ പോയെന്ന് തോന്നിയെന്ന്. എടാ ദേ നിൽക്കുന്ന ആരാന്ന് ചോദിച്ചു സുധീഷ്. ഇവിടെ ഉണ്ടായിരുന്നു, സമാധാനമായി. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് പാഞ്ഞു വന്നു. എടാ രണ്ടുപേരും കൂടെ എന്നെ ഇന്നലെ കുരങ്ങളിപ്പിക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. സുഭാഷ് ചോദിച്ചു, എന്ത്? ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു. സുഭാഷേണൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. ഇവരെന്താ കാണിച്ചെന്നറിയാവോ? സുഭാഷേണ് ഇന്നാളത്തെ പോലെ എങ്ങാനും രാത്രിയിൽ ഈ വീട് വിട്ടു പോയാലൊന്ന് പേടിച്ചിട്ട് കാവലിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2.5 മണിക്കൂർ ഉറങ്ങാതിരുന്നു, പക്ഷെ ഉമ്മാരെ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞു. സുഭാഷ് അത് കേട്ടിട്ട് ചിരിച്ചേണ്ട അങ്ങോട്ട് പോയി. ഹരീഷ് പറഞ്ഞു, സുധീഷേട്ടാ ഈ ചതി എന്നോട് വേണ്ടിയിരുന്നില്ല. അത് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അതല്ലേലും അങ്ങനെയാണല്ലോ, ഞാൻ വെച്ചിട്ടാണ് പണിയെന്ന് പറഞ്ഞു. നികേഷ് കിടന്ന് ചിരിക്കാനും തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, എന്നാലും സുഭാഷേണ് പോയുമില്ല, എന്തോ ഒരു മാറ്റമുണ്ട്. രാവിലെ തന്നെ നല്ല എനർജിയാണല്ലോ. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ട്. കാരണം പറഞ്ഞിട്ട് തന്നെ കാര്യം. കാരണം കണ്ടുപിടിക്കാൻ സുധീഷ് നേരെ പോകുന്ന അവിനാശിൻ്റെ അടുത്തേക്കാ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചാന്ദിനി അങ്ങോട്ട് വെള്ളമൊക്കെ കോരിക്കൊണ്ട് വരുന്നുണ്ട്. ചാന്ദിനി സുധീഷിനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിനാശിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് സുധീഷ് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അവിനാശ് ചേട്ടാ, ഇന്നലെ ഇവിടുന്ന് വന്നതിന് ശേഷം സുഭാഷേട്ടൻ ആളാകെ മാറി. ഭയങ്കര സന്തോഷത്തിലാണ്. പഴയ കാര്യങ്ങളൊന്നെ കുറിച്ചൊന്നും പറയുന്ന പോലുമില്ല. കല്യാണം നടക്കാത്തതിനെ കുറിച്ചൊന്നും ആള് സന്തോഷമായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും. എന്തോ ഒരു കാര്യമുണ്ട്, എന്തേലും അവിനാശ് ചേട്ടനോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അവിനാശ് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? കല്യാണമൊന്നും നടക്കുന്നില്ലെന്ന് സുഭാഷ് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ അനുജത്തെ ആലോചിച്ചാൽ എന്താ, എൻ്റെ അനുജത്തെ ഞാൻ കെട്ടിച്ചേരാൻ ഒരുക്കുവാന്ന് പറഞ്ഞു. സത്യമാണോ പറയണേ? പിന്നല്ലാതെ. അതറിഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ സന്തോഷത്തോട് കൂടിയിട്ടാ പോയെന്ന് പറഞ്ഞു. സുധീഷിനൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. അപ്പൊ കൊച്ചു കള്ളൻ അതായിരുന്നു കാര്യം. എന്നിട്ട് ആരോടും മിണ്ടാതിരുന്ന. അങ്ങനെ സന്തോഷത്തോടെ സുധീഷ് വീട്ടിലേക്ക് വന്നു. നിധിയെയും ഹരീഷിനെയൊക്കെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ഭാസ്കരനും കൂടെ വന്നു. ഭാസ്കരൻ വന്നപ്പോൾ ഭാസ്കരൻ്റെ കയ്യെ പിടിച്ച് കിടന്ന് ഡാൻസ് കളിക്കണം. എന്താടാ എൻ്റെ കയ്യെ പിടിച്ച് ഡാൻസ് കളിക്കുന്നത്? കയ്യെന്ന് വിടറാ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചതെന്ന് ചോദിച്ചു. അയ്യോ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അപ്പോഴേക്കും നിധിയുടെ കൈ പിടിച്ച് വട്ടം കിടക്കണം. ഇതേ സുധീഷിന് എന്താന്ന് ചോദിച്ചു. അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്താ എന്ന് ഹരീഷ് ചോദിച്ചു. അതെ, സുഭാഷേൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി. കാരണം? എന്ത് കാരണം? അതൊക്കെയുണ്ട്. ഈ സുധീഷ് ഒരു കാര്യം കണ്ടെത്തുന്നു പറഞ്ഞാൽ സുധീഷ് കണ്ടെത്തിയിരിക്കും. ഭയങ്കര ബിൽഡപ്പൊക്കെ ഇടുകയാണ്. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, എൻ്റെ സുധീഷ് ചേട്ടാ ഓവർ ബിൽഡപ്പും കാര്യങ്ങളൊന്നും വേണ്ട, ഒന്ന് പറഞ്ഞു തൊളിക്കാവോ അത് കാര്യം എന്താന്ന്, മനുഷ്യനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ. ഭാസ്കരൻ പറഞ്ഞു, അതെ കുറേ സമയമായല്ലേ നീ തുടങ്ങിയിട്ട്. അച്ഛാ, എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ടെന്ന് പറയുന്നത് ഇതാ. എന്ത് സമയം? സുഭാഷ് ചേട്ടൻ വെറുതെ ഒന്നും അല്ല ഇങ്ങനെ ലോട്ടറി അടിച്ച പോലെ നടക്കണേ. അവിനാശ് ഉണ്ടല്ലോ, അവിനാശിൻ്റെ പെങ്ങളെ അവിനാശ് സുഭാഷ് ചേട്ടന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഞെട്ടിയത് നിധി ഹരീഷൊക്കെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഹരീഷ് ചോദിച്ചു, സത്യമാണോ സുധീഷ് ചേട്ടാ പറയണേ? പിന്നെ ഞാനെന്തിനാ കള്ളത്തരം പറയണേ? സത്യമായിട്ടുള്ള കാര്യമാണ് പറയണത്. അതുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ ഇങ്ങനെ നടക്കുന്നത്. അധികം വൈകാതെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.